നമസ്കാരം കൂട്ടുകാരെ, സാജ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ മനോഹരമായ ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. വലിയ വീടൊന്നും വെക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചെന്ന് വരത്തില്ല. എന്നാൽ നമ്മളുടെ ബഡ്ജറ്റിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ചെറിയ വീട്, ഒരു 1000-1200 സ്ക്വയർ ഫീറ്റിന് അകത്തുള്ള ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്ലാനുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ പ്ലാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വളരെ മനോഹരമായ ഒരു വീട്, ഒരു നല്ല ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു വീടിൻ്റെ പ്ലാനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ വീട് ഏകദേശം 1200 സ്ക്വയർ ഫീറ്റാണ് ഏകദേശം ഉള്ളത്. ഇത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ അതിൽ താഴോട്ട് നമുക്ക് അളവ് ചുരുക്കാൻ സാധിക്കുന്ന ഒരു വീടിൻ്റെ പ്ലാനാണ് ഈ കാണിച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ റൂമുകളെല്ലാം തന്നെ വളരെ വലുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് പിന്നെ നമ്മൾക്ക് അത്രയും വലിയ വീട് റൂമൊന്നും വേണ്ടാത്തത് കൊണ്ട് നമ്മൾക്ക് വേണമെങ്കിൽ അത് ചുരുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന പ്ലാൻ ഏകദേശം 1200 സ്ക്വയർ ഫീറ്റിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഈ വീടിൻ്റെ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഈ വീടിന് 3 ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലിവിങ് റൂമും ഒരു ഡൈനിങ് ഹാള്, ഇവിടെ 2 ബെഡ്റൂമോട് ചേർന്ന് തന്നെ ഒരു വാഷിംഗ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ബാത്റൂം കോമൺ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴേക്ക് ഈ ബെഡ്റൂമിനകത്തോട്ട് തന്നെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കിച്ചനും ഒരു ലോണ്ട്രി ഒരു പ്ലേസും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പിന്നെ ലോണ്ട്രിക്കായി പ്രത്യേകം സ്പേസ് ഒന്നും ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ പ്ലാനിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇതിപ്പോൾ വാസ്തുപ്രകാരമാണെങ്കിൽ ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇതിൻ്റെ 1-2 മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ഈ കാണുന്ന കിച്ചനും ഈ ഒരു പ്ലേസ് ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇത് കന്നിമൂലയിലെ ബെഡ്റൂമായി ഉപയോഗിക്കാം. അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം, ഈ ലോണ്ട്രിയുടെ ഈ ഒരു വാള്, ഈ ലോണ്ട്രിയുടെ ഇത്രയും ഭാഗം ഇത് ഓപ്പോസിറ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ലോണ്ട്രിയുടെ ഈ ഒരു ഭാഗം ഇവിടെ വരും. ആ ഒരു മതിൽ പൊളിക്കുകയാണെങ്കിൽ ഇവിടെ ആവശ്യമില്ല. നമുക്കിവിടെ ആഹാരം കഴിച്ചതിന് ശേഷം ഇവിടെ നമുക്കൊരു വാഷിംഗ് ബേസിൻ വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് അവിടെ തന്നെ കൈ കഴുകാനുള്ള ഒരു അവസരം ഉണ്ടാകും. നല്ലൊരു സ്പേസ് കിട്ടുകയും ചെയ്യും. കാരണം ഇത് വാസ്തുപ്രകാരം ഇത് ഇപ്പുറത്ത് വരണം, ഇത് കന്നിമൂലയായി മാറുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഏകദേശം നല്ലൊരു വീടിൻ്റെ പ്ലാൻ തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഈ സ്പേസ് ഇങ്ങോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഈ ബെഡ്റൂം, ഇവിടെ കാണുന്ന ബെഡ്റൂം ഇങ്ങോട്ടും വരും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ ലോണ്ട്രിയുടെ ഈ ഒരു ഭാഗം ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾക്കിവിടെ ഒരു വാഷിംഗ് ബേസിൻ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾക്ക് ഇവിടെ തന്നെ കൈ കഴുകാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടാകുന്നതാണ്. ഇത് കന്നിമൂലയുടെ മാസ്റ്റർ ബെഡ്റൂമായി മാറുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ മനോഹരമായ ഒരു പ്ലാൻ തന്നെയാണ്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടൊരു പ്ലാൻ തന്നെയാണിത്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ആർക്കിടെക്റ്റിനെ കൊണ്ട് ഒന്നും കൂടി വരച്ചെടുക്കുക. ഈ ബെഡ്റൂം പറഞ്ഞിരിക്കുന്നത് ഏകദേശം 4 മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. 4 മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 13 അടി വരുന്നുണ്ട്. 13 അടി നീളവും 13 അടി വീതിയും തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ഏകദേശം 4 മീറ്ററുള്ള ഒരു റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അത് നമ്മളുടെ കന്നിമൂലയിലല്ലാത്തത് കൊണ്ട് തന്നെ ഈ 4 മീറ്റർ എന്നുള്ളത് അല്പം കുറച്ചെടുക്കാവുന്നതാണ്. 13 അടി എന്നുള്ളത് നമുക്ക് 13 അടി ആവശ്യമില്ല. നമ്മളുടെ വലിയ വീടുകൾക്കാണ് 13 അടികൾ, ഒരു 10 അടി അല്ലെങ്കിൽ ഒരു 12 അടി മതി നമ്മളുടെ റൂമിൻ്റെ വീതി നീളവും വയ്ക്കുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഐഡിയ ആണ്. ഞാൻ ആദ്യം കാണിച്ച ഒരു വീടിൻ്റെ പ്ലാൻ പോലെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ ബാത്റൂം കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ലിവിങ് സ്പേസും കാര്യങ്ങളും ഉണ്ട്. ചെറിയ രീതിയിലൊരു ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സിറ്റ് ഔട്ടും എല്ലാം തന്നെ കാണിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ലിവിങ് റൂമിൻ്റെ ഫ്രണ്ടിലത് തന്നെ സിറ്റ് ഔട്ടും തൂണും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ മനോഹരമായി തന്നെയാണ് ഈ വീട് തോന്നുന്നത് കണ്ടില്ല. അപ്പോൾ
ഈ വീടിൻ്റെ ഈ പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വീട് വെക്കാവുന്നതാണ്. ഇതിൻ്റെ അളവ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അളവ് വളരെ കൂടുതലാണ്. നിങ്ങൾക്കത് ചുരുക്കി ചെറിയ വീടാക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.